വ്യത്യസ്ത കഥാപാത്രങ്ങൾ നടന്മാർ മികച്ചതാക്കുമ്പോൾ പ്രശംസിക്കാൻ ആരാധകർ മടി കാണിക്കാറില്ല. എന്നാൽ സ്ത്രീകളായ അഭിനേതാക്കൾ അത്തരത്തിലുള്ള റോളുകൾ കൈയടക്കത്തോടെ ചെയ്യുമ്പോൾ വേണ്ടത്ര പ്രശംസയും സ്വീകരണവും ലഭിക്കാറുണ്ടോ എന്നത് സംശയം തന്നെയാണ്. ഈ വർഷവും ഒട്ടനവധി മികച്ച പ്രകടനങ്ങൾ സ്ത്രീ അഭിനേതാക്കളുടെ ഭാഗത്തു നിന്നും മലയാളി സിനിമാ പ്രേക്ഷകർക്ക് ലഭിച്ചിട്ടുണ്ട്. എന്നാൽ അവയിൽ പലതും മറ്റൊരാൾക്കും ഇനി ചെയ്ത് ഫലിപ്പിക്കാൻ കഴിയാത്ത തരത്തിലുള്ളതുമാണ്. ജ്യോതിർമയി അടക്കമുള്ള നടിമാരുടെ തിരിച്ചുവരവിന് മലയാള സിനിമ സാക്ഷ്യം വഹിച്ചൊരു വർഷം കൂടിയായിരുന്നു 2024. ഈ വർഷം റിലീസ് ചെയ്തതിൽ ഏറ്റവും മികച്ച സ്ത്രീ കഥാപാത്രങ്ങൾ സമ്മാനിച്ച ചില നടിമാരെ നമുക്കൊന്ന് പരിചയപ്പെടാം. മലയാള സിനിമയിൽ ഈ വർഷം ആദ്യം തിയേറ്ററിലെത്തിയ ക്രൈം ത്രില്ലർ ചിത്രമാണ് എബ്രഹാം ഓസ്ലർ. വളരെ കുറഞ്ഞ സിനിമകൾ കൊണ്ട് മലയാളികൾക്ക് ഏറെ പ്രിയങ്കരനായി മാറിയ സംവിധായകൻ മിഥുൻ മാനുവൽ തോമസ് ആയിരുന്നു സംവിധാനം ചെയ്തത്. ജയറാമിനും മമ്മൂട്ടിക്കുമൊപ്പം സിനിമ റിലീസ് ചെയ്ത ശേഷം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത് അനശ്വര രാജൻ ചെയ്ത സുജയ് എന്ന കഥാപാത്രമായിരുന്നു. ചിലർ നമ്മളെ ചില പ്രകടനങ്ങൾ കൊണ്ട് അത്ഭുതപ്പെടുത്തും. അവർ അതിനുള്ള അവസരങ്ങൾ തേടി അലയുകയും ചെയ്യും. ചിലപ്പോൾ ആ ഒരു അവസരം ദൈവം കയ്യിൽ നേരിട്ട് കൊണ്ട് കൊടുക്കുകയും ഉണ്ടാകും. അങ്ങനെ ഭാഗ്യം ലഭിച്ച പെൺകുട്ടിയാണ് അനശ്വര രാജൻ. എബ്രഹാം ഓസ്ലറിന് പുറമെ മലയാളി ഫ്രം ഇന്ത്യ, ഗുരുവായൂർ അമ്പലനടയിൽ എന്നിവയാണ് അനശ്വര അഭിനയിച്ച തിയേറ്ററുകളിൽ ഈ വർഷം എത്തിയ മറ്റു സിനിമകൾ. ഈ വർഷം അവസാനം ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ആവേശം റിലീസ് ചെയ്ത ശേഷം രംഗണ്ണനും അമ്പാനും ബിബിക്കുമെല്ലാം ഒപ്പം പ്രകടനം കൊണ്ട് പിടിച്ചു നിന്ന ഒരേ ഒരു കഥാപാത്രമേ ഉള്ളൂ. അത് നടി പൂജ മോഹൻരാജ് അവതരിപ്പിച്ച കഥാപാത്രം തന്നെയാണ്. നർമ്മരംഗങ്ങളടക്കം പൂജ മനോഹരമായി തന്നെയാണ് ആവേശത്തിൽ കൈകാര്യം ചെയ്തിരിക്കുന്നത്. തൃശൂർ ഡ്രാമ സ്കൂളിലും സിംഗപ്പൂർ ഇന്റർനാഷണൽ ആക്ടിംഗ് സ്കൂളിലും അഭിനയത്തിൽ ഉപരിപഠനം നടത്തിയ നാടകത്തിലൂടെ സിനിമയിലെത്തിയ താരമാണ് പൂജ മോഹൻരാജ്. മമ്മൂട്ടിയുടെ കാതലിൽ തങ്കന്റെ സഹോദരിയുടെ കഥാപാത്രമായും ജോജു ജോർജ് നായകനായ ഇരട്ടിയിലെ പോലീസ് കഥാപാത്രമായും ഒക്കെ പൂജ എത്തിയിരുന്നു. അതേപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു വ്യക്തിത്വമാണ് ബിന്ദു പണിക്കർ. അടുത്തിടെയായി നിരന്തരം വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ ചെയ്ത് വിസ്മയിപ്പിക്കുന്ന നടിയാണ് ബിന്ദു പണിക്കർ. ഈ വർഷം മാരിവില്ലിൻ, ഗോപുരങ്ങൾ, ടർബോ എന്നിങ്ങനെ 2 സിനിമകളാണ് ബിന്ദു പണിക്കറുടേതായി തിയേറ്ററുകളിലെത്തിയത്. ടർബോയിൽ ബിന്ദു പണിക്കർ വേറെ ലെവലായിരുന്നു എന്ന് തന്നെ വേണം പറയാൻ. തിയേറ്ററിൽ ഏറ്റവും കിടുവായ കോമഡി വർക്കൗട്ട് ആയതും ബിന്ദുവിന്റെ റോസ്കുട്ടി എന്ന കഥാപാത്രത്തിന്റേതായിരുന്നു. ടാർബോയിലെ കഥാപാത്രവും ബിന്ദു പണിക്കർ എന്ന മികച്ച നടിക്ക് കിട്ടിയ മികച്ച അംഗീകാരങ്ങളിൽ ഒന്ന് തന്നെയായിരുന്നു ഇത്. അതേപോലെ ഒന്നാണ് ഉർവശി. മലയാളികൾക്ക് എല്ലാ കാലത്തും ഉർവശി ഏറ്റവും പ്രിയപ്പെട്ട അഭിനേതാക്കളിൽ ഒരാളാണ്. കാലം എത്ര കഴിഞ്ഞാലും ഉർവശിയെ കടത്തിവെട്ടി ഒരു അഭിനയ പ്രകടനം ഒപ്പം നിന്ന് അഭിനയിക്കുന്ന ആർക്കും സാധ്യമാക്കുകയില്ല. പാർവതിക്കൊപ്പമാണ് ഉർവശി ഉള്ളൊഴുക്കിൽ അഭിനയിച്ചത്. പലപ്പോഴും പാർവതിയുടെ പ്രകടനം പോലും ഉർവശിയുടെ പ്രഭയിൽ മങ്ങിപ്പോയി എന്ന് തന്നെ പറയാം. സിനിമയിൽ ഓരോ മുക്കിലും മൂലയിലും അടക്കം ഉർവശിയുടെ പ്രകടനം കാണാൻ സാധിക്കും. ഹർ എന്ന സിനിമയുടെ റിലീസിന് ശേഷം ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഇഷ്ടപ്പെട്ട സെഗ്മെന്റും ഉർവശിയുടേതാണ്. അതേപോലെ തന്നെ മറ്റൊരു വ്യക്തിത്വം തന്നെയാണ് സുരഭി ലക്ഷ്മി, അജയന്റെ 2ാം മോഷണം. ഈ വർഷം ഇതുവരെ 3 സിനിമകളാണ് സുരഭി ലക്ഷ്മിയുടേതായി അഭിനയിച്ച് തിയേറ്ററുകളിൽ എത്തിയത്. അതിൽ അജയന്റെ 2ാം മോഷണം എന്ന സിനിമയിലെ സുരഭിയുടെ പ്രകടനം ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. ടോവിനോയുടെ മണിയൻ എന്ന കഥാപാത്രത്തിന്റെ ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന പ്രകടനം തന്നെയായിരുന്നു ചിത്രത്തിൽ മാണിക്യമായി സുരഭി കാഴ്ചവെച്ചത്. അജയന്റെ 2ാം മോഷണം റിലീസിന് ശേഷം ഏറ്റവും കൂടുതൽ പ്രശംസ ലഭിച്ചതും സുരഭിയുടെ കഥാപാത്രത്തിനാണ്. അതേപോലെ നീണ്ട ഒരു ഇടവേളയ്ക്ക് ശേഷം രംഗത്തെത്തിയിരിക്കുകയാണ് ജ്യോതിർമയി ബോഗൻവില്ലയിലൂടെ. വർഷങ്ങൾക്ക് ശേഷം ജ്യോതിർമയി വീണ്ടും അഭിനയത്തിലേക്ക് തിരിച്ചെത്തിയ സിനിമ തന്നെയായിരുന്നു അമൽ നീരദ് സംവിധാനം ചെയ്ത ബോഗൻവില്ല. സിനിമയുടെ റിലീസിന് ശേഷം ഏറ്റവും കൂടുതൽ സ്വീകാര്യത ലഭിച്ചത് ജ്യോതിർമയുടെ പ്രകടനത്തിന് തന്നെയായിരുന്നു. ഏകദേശം 10 വർഷങ്ങൾക്ക് ശേഷമുള്ള തിരിച്ചുവരവിൽ ഗംഭീര പ്രകടനം തന്നെയാണ് ജ്യോതിർമയി കാഴ്ചവെച്ചത്. ഒരു സീൻ പോലും ജ്യോതിർമയുടെ റീത്തു കുറച്ചുകൂടി നന്നാക്കാമായിരുന്നുവെന്ന് കാഴ്ചക്കാരന് തോന്നിയതേയില്ല. അതേപോലെ മറ്റൊരു കഥാപാത്രമാണ് നസ്രിയ നസീം. സൂക്ഷ്മദർശിനി എന്ന ചിത്രത്തിലൂടെ ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് നസ്രിയ മലയാളത്തിലേക്ക് എത്തിയത്. അടുത്തിടെ തിയേറ്ററുകളിൽ എത്തിയ സിനിമ ഈ വർഷത്തെ മികച്ച ത്രില്ലർ സിനിമകളിൽ ഒന്നായി തന്നെയാണ് പരിഗണിക്കപ്പെടുന്നത്. ബേസിൽ ജോസഫ് നായകനായ സിനിമയിൽ പ്രിയദർശിനിയായി നസ്രിയ നസീം ഗംഭീര പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. ആ കഥാപാത്രമായി മറ്റൊരാളെ സങ്കല്പിക്കാൻ കഴിയാത്ത വിധം മികച്ചതാക്കി മാറ്റിയിട്ടുണ്ട് നസ്രിയ നസീം. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.